ഇപ്പം CPIക്ക് നോട്ടീസ് കൊടുത്താലും നാളെ ഇപ്പോൾ CPM നോട്ടീസ് അയച്ചാലും ഇന്നിപ്പോൾ കോൺഗ്രസിന് അയച്ച നോട്ടീസ് ആയി കഴിഞ്ഞാലും ഇത് വളരെ കൃത്യമായ BJPയുടെ ഒരു പദ്ധതിയാണ്. BJP ഈ തെരഞ്ഞെടുപ്പിൽ അല്പം പ്രയാസത്തിലാണ് ഉള്ളത്. കാരണം ഈ നിലയിലുള്ള പ്രചരണവും ഈ നിലയിലുള്ള പ്രതിപക്ഷത്തിൻ്റെ മുന്നോട്ട് പോക്കൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ തങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തില്ല എന്ന് BJPക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് BJP കയ്യിലുള്ള അധികാരം വളരെ കൃത്യമായി തെറ്റായ നിലയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെയുള്ള ഉപയോഗത്തിനെതിരായിട്ട് ശക്തമായ സമരം, ശക്തമായ പ്രക്ഷോഭം രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പം അങ്ങനെ പ്രക്ഷോഭം ഉയർത്താൻ മുന്നിൽ നിൽക്കേണ്ട കോൺഗ്രസ് BJP ഇലക്ട്രൽ ബോണ്ട് വഴി വാങ്ങിയ അഴിമതി പണം ചൂണ്ടിക്കാണിക്കാൻ കോൺഗ്രസിന് കഴിയുമോ എന്നൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഞാനത് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ദീപ്തി മേരി വർഗീസ് ആശങ്കപ്പെട്ടുകൊണ്ട് കാര്യമില്ല. അത് വളരെ കൃത്യമാണ്, ജനങ്ങൾക്കുള്ള ചോദ്യമാണ്. ഞാൻ പറയാം, നിലനിൽക്കുന്ന ഒരു രീതിയാണ്. ആരെക്കുറിച്ചും ഭീഷണിപ്പെടുത്തിയിട്ടല്ല, റെയ്ഡ് തുടങ്ങിയിട്ടല്ല കോൺഗ്രസിന് പൈസ കിട്ടിയിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പത്രങ്ങളിലൊക്കെ വായിച്ചല്ലോ, 41 കമ്പനികൾ റെയ്ഡ് തുടങ്ങിയതിനു ശേഷം ഇലക്ട്രൽ ബോണ്ട് വഴി പർച്ചേസ് ചെയ്തിട്ടുള്ള കോടികളുടെ കണക്ക്. അങ്ങനെ ഒരു കണക്ക് കോൺഗ്രസിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് പറയാനില്ല. അത് രാജ്യത്ത് അന്ന് നിലനിൽക്കുന്ന ഭരണഘടനാ വിരുദ്ധമെന്ന് കോടതി വിധിക്കാത്ത ഒരു എതിർത്തിട്ടില്ല ഒരിക്കലും എന്ന് കോൺഗ്രസ് പറയുന്നുണ്ടല്ലോ. അല്ലല്ല, അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ കോൺഗ്രസ് സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തെ തള്ളേണ്ടി വരും. സുപ്രീം കോടതിയിൽ എന്ത് വാദം നടന്നെന്നും അവിടെ എന്തെല്ലാം നിരീക്ഷണം ഉണ്ടായെന്നും നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ഇത്തരം പണം തീർച്ചയായിട്ടും ഭരിക്കുന്ന പാർട്ടി ഭീഷണിപ്പെടുത്തി പണം പിരിക്കുന്നു എന്നത് കോൺഗ്രസിന് അറിയാത്ത കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ വെളിപ്പെടുത്താത്ത രൂപത്തിൽ ഇങ്ങനെ പണം സമാഹരിക്കാനുള്ള ഒരു നിലപാട് രാജ്യത്തുണ്ടാവുമ്പോൾ അത് തെറ്റാണ് എന്ന് പറയാനുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വം കോൺഗ്രസ് കാണിക്കണമായിരുന്നു. BJP 1000 കോടി വാങ്ങുമ്പോൾ എന്നാ പിന്നെ 100 കോടി ഞങ്ങൾ കിട്ടുന്നതുകൊണ്ട് ആ 1000 കോടിയുടെ കാര്യം മിണ്ടാതിരിക്കാം എന്ന രാഷ്ട്രീയ പാപ്പരത്വം കോൺഗ്രസ് സ്വീകരിച്ചു എന്നത് ഞങ്ങളുടെ രാഷ്ട്രീയ വിമർശനമാണ്. ആ വിമർശനം ഞങ്ങൾ ഉന്നയിക്കും. അത് ഇത്തരം വേദികളിൽ എന്തുകൊണ്ട് ഉന്നയിക്കുന്നു ചോദിച്ചാൽ അതാണ് ഞാൻ പറഞ്ഞത്. BJP പ്രതിപക്ഷ പാർട്ടികളെ ഒന്നടങ്കം വേട്ടയാടുന്ന ഘട്ടത്തിൽ BJP ഇങ്ങനെ വേട്ടയാടാൻ വേണ്ടിയിട്ട് എന്ത് പണമാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇത്തരം പണം ഉപയോഗിക്കുന്നു. ഇതുകൂടി ചൂണ്ടിക്കാണിക്കാൻ കോൺഗ്രസിന് പലപ്പോഴും കഴിയാതെ പോകുന്നു. ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന്, ഇപ്പൊ ശങ്കുട്ടിദാസ് പറഞ്ഞല്ലോ, ഞാൻ പറയാം, BJPക്ക് അത് ഒരു മറുപടി. ഇപ്പൊ 92 പേരുടെ വിവരങ്ങൾ സംബന്ധിച്ച് ഇനിയും ഇലക്ഷൻ കമ്മീഷൻ BJPക്ക് സംഭാവന കൊടുത്ത ആളുടെ പേര് വിവരം പുറത്തുവിട്ടിട്ടില്ല. കോൺഗ്രസിന് ബാധകമായ ഇത്രയും കോടി പിഴയാണെങ്കിൽ BJPക്ക് ഏതാണ്ട് 4600 കോടി പിഴ അടക്കേണ്ടി വരും. അപ്പൊ എന്താ കാര്യം? ഉദ്യോഗസ്ഥന്മാരെ ഇവർക്ക് അനുകൂലമായി ഉപയോഗപ്പെടുത്തുന്നു, അത് ഉറപ്പല്ലേ? അപ്പൊ അന്വേഷണ സംവിധാനത്തെ മുഴുവൻ ഇവരല്ലേ നിയന്ത്രിക്കുന്നത്. ഇപ്പൊ കോടതിയിൽ കൊടുക്കുന്ന രേഖ എന്ന് പറഞ്ഞാൽ എന്താ? കൃത്രിമമായിട്ട് ഡിജിറ്റൽ രേഖ ഉണ്ടാക്കുന്നു എന്നാണ് പുതിയ അറിവ്. ഇപ്പൊ കൃത്രിമമായിട്ട് ഡിജിറ്റൽ രേഖ ഉൾപ്പെടെ ഉണ്ടാക്കാൻ ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തുന്നു. ഇപ്പൊ BJPയുടെ എല്ലാ അടിമപ്പണിയും എടുക്കുന്ന ആളുകളായിട്ട് ഈ അർദ്ധ ജുഡീഷ്യൽ സ്വഭാവമുള്ള സ്ഥാപനങ്ങളുടെ മേലധികാരികൾ പോലും മാറുന്നു എന്നാണ്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്. കോടതിയിൽ ഒരു വിധി വന്നിട്ടുണ്ട്, അത് അനുസരിച്ച് കൊള്ളണം എന്നൊന്നുമല്ല. കോടതി വിധി എന്താ BJPക്ക് എതിരായിട്ട് വരാത്തത്? അപ്പൊ അതെല്ലാം വളരെ കൃത്യമാണ്. പ്രതിപക്ഷത്തെ വേട്ടയാടുക, നിശബ്ദമാക്കുക, ആ നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതൊന്നും അങ്ങനെ